മിസ്സേ സൈനിങ് ചെയ്യട്ടെ. പ്ലീസ്. എ ഗോൾ വിത്തൗട്ട് എ പ്ലാൻ ഇസ് ജസ്റ്റ് വിഷ്. കൃത്യമായ ലക്ഷ്യമില്ലാത്ത സ്വപ്നം കേവലമായ ഒരു ആഗ്രഹം മാത്രം. സൈനിങ് ബൈ ദിവ്യ. Where were we? ക്ലാസ് തേർഡ് ലെസണില് ലാസ്റ്റ് ഭാഗം തേർഡ് പീരീഡില് 2 നീഡ്സ് എടുത്തു. ബിഫോർ ദാറ്റ് നിങ്ങള് ടീച്ചിങ് പ്രാക്ടീസ് കുറെ പേര് പോയിട്ടുണ്ടാവും, പല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും പല കാര്യങ്ങൾ അല്ലേ. അപ്പോ നമ്മള് ഫ്രം ദ ബിഗിനിങ് തന്നെ നമ്മൾ പഠിച്ചിരുന്നു ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്, അവിടെ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ്, അത് ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് ആണെങ്കിലും എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഇമോഷണൽ സപ്പോർട്ട് അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യമാണ് അല്ലെ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം അത് ഇപ്പോ ഒരു സൈഡിൽ നിന്ന് കുട്ടിക്ക് ഇല്ലാണ്ടാകുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അത് കിട്ടണം. അതാണ് ചിലപ്പോൾ അമ്മമാര് പല റോളും ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഒരു സുഹൃത്താകുന്നു, ഒരു ചേച്ചിയാകുന്നു, ചിലപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും റോള് ചെയ്യുന്ന അമ്മമാരുണ്ടായിരിക്കും. അപ്പൊ ഇമോഷണൽ സപ്പോർട്ട് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളുടെ ഇപ്പൊ പലപ്പോഴും പല കുട്ടികളുടെയും പെരുമാറ്റം റീസെന്റ് പല 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 കേസസ് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും നമ്മൾ നേരിട്ടും ഒക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ എന്തുകൊണ്ട് കുഞ്ഞങ്ങനെ ആ ഒരു ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി കാണിക്കുന്നു, അൺസ്റ്റേബിൾ ആയിട്ട് പെരുമാറുന്നു, അതിന് എന്തോ ഒരു കാര്യം പുറകിലുണ്ടായിരിക്കും. അത് മനസ്സിലാക്കി അവിടെ ഒരു ഇന്റർവെൻഷൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. റീസെന്റ് ആ ഒരു മൊബൈല് പിടിച്ച് ഒരു പ്രിൻസിപ്പൾ വെച്ചപ്പോ ആ പ്രിൻസിപ്പളിനെ ത്രെട്ടൻ ചെയ്യുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായി ഇങ്ങനെ നടക്കുമായിരുന്നു. ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ക്രൂശിക്കപ്പെടുന്ന രീതിയിൽ ആ കുട്ടിയെ എല്ലാരും ഭയങ്കരമായിട്ട് ആ കുഞ്ഞിനെ, ഈവൻ ഞാനിവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ തന്നെ ഹസ്ബൻഡ് ആ കുട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചു. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് പോർഷനേ അറിയുള്ളൂ. ഞാൻ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുമല്ല കേട്ടോ. വീഡിയോയില് കുട്ടി പ്രിൻസിപ്പളിനെ ത്രട്ടൻ ചെയ്യുമ്പോൾ പ്രിൻസിപ്പൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു. ആ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് എന്താണ് സംഭവിച്ചതെന്നും ആഫ്റ്റർ ദ വീഡിയോ എന്താണെന്നുള്ളതും നമുക്കറിയില്ല. കുട്ടി അങ്ങനെ റിയാക്ട് ചെയ്യാനുണ്ടായ കാര്യം, കുട്ടി ചെയ്തത് ശരിയാണോ അല്ല നമുക്കറിയില്ല. ആ ഒരു സ്കൂളിലെ അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപകൻ ചെയ്തത് ആ വീഡിയോ എടുത്ത് അത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തു. അത് അവര് ചെയ്തത് ശരിയാണോ, ആരാ ഇവിടെ ശരി എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുട്ടികളുടെ ആ ഒരു മെന്റൽ ഹെൽത്ത്, അവരുടെ മാനസിക ആരോഗ്യത്തില് പല വിള്ളലുകൾ, പല പ്രശ്നങ്ങൾ, ഇൻസ്റ്റെബിലിറ്റി സംഭവിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ അത് കണ്ടെത്തി അവിടെ നമ്മൾ ശരിയായ രീതിയിൽ ഇന്റർവെൻഷൻ നടത്തണം. റെസ്പെക്ട് എല്ലാ ലിവിങ് ബീയിങ്സും, ഒരു ചെടി ഉൾപ്പെടെ റെസ്പെക്ട് അവരുടെ നീഡാണ്, റൈറ്റ് ആണ്, ഇറ്റ്സ് ദർ റൈറ്റ്. റെസ്പെക്ട് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ബേബി ആണെങ്കിൽ കുട്ടിയും ഇറ്റ്സ് ഹിസ് റൈറ്റ് റെസ്പെക്ട് കിട്ടുക എന്നുള്ളത്. നമ്മളുടെ ധാരണ എന്താ, സുപ്പീരിയർ ഓഫീസർ അവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് റെസ്പെക്ട് എന്നുള്ളതാണ്. അതല്ല, ഒരു കുഞ്ഞുൾപ്പെടെ എല്ലാവർക്കും റെസ്പെക്ട് ആവശ്യമാണ്. സോ അതാണ്, അവർക്കൊരു സ്പേസ് വേണം അല്ലെ. നമ്മൾ ഫോഴ്സ്ഫുള്ളി അവരെ പലതും ചെയ്യിക്കുന്നു. നമ്മൾ ചോദിക്കാറില്ലല്ലോ നമ്മളുടെ ഒരു അഡോളസെന്റിൽ എത്തുന്ന ഒരു കുഞ്ഞിനോട് നീ ഇത് ചെയ്യുന്ന പറയുന്നതിന് പകരം നിനക്ക് ഇത് ചെയ്യാമോ എന്നല്ല നമ്മൾ ചെയ്യുന്നു. നീ ഇത് നീ ഇത് ചെയ്യണം, ചെയ്തേ പറ്റും. നമ്മൾ പലതും അങ്ങ് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും സംഭവിക്കാറുണ്ട്. ബട്ട് ഹീസ് ഓക്കെ വിത്ത് ദാറ്റ്, അവനത് ചെയ്യാൻ റെഡിയാണോ എന്നുള്ളത് അറിയാതെ നമ്മൾ മനസ്സിലാക്കാതെ പലപ്പോഴും ചെയ്യുന്നു. അപ്പൊ നമ്മൾ നമ്മളൊരു റീതിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, എനിക്കിപ്പോ ആ വീഡിയോയുടെ മുമ്പിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, വീഡിയോയ്ക്ക് ശേഷം എന്താ സംഭവിച്ചതെന്നും ഐ ഡോണ്ട് നോ. ബട്ട് അവൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു, അവന്റെ മെന്റൽ ഹെൽത്തിൽ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇത് ആ കുഞ്ഞിനെ ചിത്രീകരിച്ച് അതൊരു വീഡിയോ ആക്കി വൈറലാക്കുന്നതിന് പകരം അവിടെ ഒരു ഇന്റർവെൻഷൻ,
അത് ചെയ്യാമായിരുന്നു. നമ്മൾ എത്രയോ കഥകൾ കേട്ടിട്ടുണ്ട് അല്ലെ, കുട്ടികൾ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒരു സ്റ്റീലിംഗ് മോഷണം ചെയ്യുന്നു, ചില അധ്യാപകർ വളരെ നയപരമായി അതിനെ കൈകാര്യം ചെയ്യുന്ന ചില കഥകളൊക്കെ കേട്ടിട്ടില്ലേ, എല്ലാരും കണ്ണടച്ച് നിൽക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഒരു കഥയൊക്കെ ഇങ്ങനെ വാട്സാപ്പിലൂടെ ഒക്കെ നടന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ അപ്പൊ സാറ് കൈ നീട്ടും അപ്പൊ അതിന് വെക്കണം. അപ്പൊ സാറ് പറയാ, അന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി ആ സാറിനെ കാണാൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് സാറിനോട് പറയാണ്, ഞാനാണ് അന്ന് ചെയ്തത്, പക്ഷെ മാഷത് ആരോടും പറഞ്ഞില്ല, മാഷത് അങ്ങനെ അതെടുത്തു, അങ്ങനെ തിരിച്ച് മറ്റേ ആൾക്ക് ഏൽപ്പിച്ച കാര്യം പറഞ്ഞപ്പോ മാഷ് പറയാ, ഞാനും കണ്ണടച്ചാണ് അത് ചെയ്തതെന്ന്. അതുപോലുള്ള അധ്യാപകര് ശരിക്കും വേണം എന്നുള്ളതാണ്. കുട്ടിയുടെ ഫീലിങ്സിനെ, ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്. ഇവിടെ നമുക്ക് ആര് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം. സോ ഇറ്റ് വാസ് പാർട്ട് 3 യൂണിറ്റ് 3 ലാസ്റ്റ് പോർഷൻ അല്ലെ, റൈറ്റ്? ഓക്കെ, സെക്കൻഡ് പീരീഡ് കഴിഞ്ഞു. വി ഹാവ് ടു ടേക്ക് തേർഡ് പീരീഡ്, റൈറ്റ്? തേർഡ് പീരീഡിൽ 2 നീഡ്സ് എടുത്തു. ഓക്കെ, നീഡ്സ്. സോ തേർഡ് പീരീഡ് മീൻസ് ഏജ് ഏത് റേഞ്ച് ആണ്? 12 to 18. യെസ്, അഡൾട്ട്ഹുഡിലെ ഫസ്റ്റ് ഒരു സെപ്പറേഷൻ, ഫസ്റ്റ് പീരീഡ് ആയിട്ട് അഡൾട്ട്ഹുഡിനെ പറഞ്ഞിരിക്കുകയാണ് 12 to 18 years. അയ്യോ, എന്താ പറയാ, അവരെ തിളച്ചു നിൽക്കുന്ന ഒരു പ്രായം അല്ലെ, മധുര 17ന്റെ ഒക്കെ ആ ഒരു പീക്കിലേക്ക് എത്തുന്ന ഒരു പ്രായം, ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മള് പാരന്റ്സും ടീച്ചേഴ്സും സ്ട്രഗിൾ ചെയ്യും ഈ ഒരു ഏജിലുള്ള കുട്ടികളെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട്. ചിലർ ഇറ്റ്സ് വെരി ഓക്കെ വിത്ത് അസ്, കാരണം അവർക്ക് അതുപോലെ ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നു, അതുകൊണ്ടാണ് ദേ ആർ വെരി ഓക്കെ. അപ്പൊ ആ ഒരു ടൈമാണ് 12 to 18 years. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ മറിയ മോണ്ടിസോറി വാസ് വെരി ഗുഡ് ഇൻ ഡിസൈനിങ് എൻവയോൺമെന്റ് ഫോർ 3 to 6 years അല്ലെങ്കിൽ അപ് ടു 6 years. പക്ഷെ അതിന് മുകളിലേക്കുള്ള ഏജ് അവർ ഇൻകേപ്പബിൾ ആയിരുന്നു, അവർക്ക് കുറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിവേ ഷീ ഹാസ് ഡൺ മെനി കോൺട്രിബ്യൂഷൻസ് ടു ദിസ് ഏജ് സ്പാൻ ഓൾസോ. മോണ്ടിസോറി അഡോളസൻസ് ഒരു ഗ്രേറ്റ് സക്സെപ്റ്റബിലിറ്റി, എന്തും അഫക്ട് ചെയ്യുന്നത്, ഇവരെ അങ്ങോട്ട് അഫക്ട് ചെയ്യുന്ന ഒരു പ്രായമായിട്ടായിരുന്നു. ദേഷ്യവും സങ്കടവും എല്ലാം ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചൊക്കെ നിൽക്കുന്ന ഒരു സമയമൊക്കെ ഇല്ലേ, അതൊക്കെയാണ്. സോ നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്ക്, ഈ ഒരു സമയത്ത് ഇവർക്ക് ഭയങ്കര ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇവരുടെ ബ്രില്യൻസ്, അവരുടെ ഇന്റലക്ച്വൽ അതെല്ലാം പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അവർക്ക് പലപ്പോഴും കാര്യങ്ങളെ മനസ്സിലാക്കാനും ഡിസ്കസ് ചെയ്ത് അതൊരു കൺക്ലൂഷനിലേക്ക് എത്താനും അവർക്ക് മോർ ഐഡിയാസ് ഒക്കെ വരുന്നത്. അല്ലാണ്ട് എന്തെങ്കിലും കേട്ട് പോവല്ല, കേൾക്കുന്ന കാര്യം നല്ലപോലെ അനലൈസ് ചെയ്യുന്നു, റീസൺ ചെയ്യുന്നു, എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കാണിക്കുന്നു. പിന്നെ എന്ത് പറഞ്ഞാലും അതിനൊരു എവിഡൻസ്, ചുമ്മാ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യില്ല, വിശ്വസിക്കില്ല. ദേ നീഡ് സർട്ടൻ എവിഡൻസ്. ഈ ഒരു ടൈമിലാണ് ദൈവം ഉണ്ടോ ഇല്ലയോ, ചില ആ ഒരു തർക്കത്തിലേക്കൊക്കെ പോവാറൊക്കെ ഉണ്ട്. പലപ്പോഴും മോറൽ ആൻഡ് സ്പിരിച്വൽ ഇഷ്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടും. ഗോസ്റ്റ് അങ്ങനെയുള്ള കാര്യം ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കുക, അതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയാനൊക്കെ ആയിട്ട്. നീഡ് ഫോർ അക്കാദമിക് നോളജ് അല്ലെ,
ഈ ഒരു ടൈമിൽ ഇവരുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഒക്കെ വളരെ കൂടുതലായി വരുന്ന സമയമാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർ കൂടുതലും ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ മകം ബൈഹാർട്ടൊക്കെ പഠിച്ചത് ഇവർ പിന്നെ ഈ ഒരു ടൈം ആവുമ്പോഴേക്കും കുറെ കൂടെ അവർ ക്രിയേറ്റീവ് സ്റ്റഡി അനലൈസ് ചെയ്ത് മനസ്സിലാക്കി കാര്യങ്ങൾ ആ ഒരു നോളജ് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നോളജ് എന്നുള്ള ഭാഗം അറിവിലേക്ക് അവർ കൺവേർട്ട് ചെയ്യുവാണ്. എന്നിട്ട് എന്തെങ്കിലും കേട്ടാൽ തന്നെ പഠിച്ചു കൊണ്ടുപോയി എഴുതി വെക്കുന്നതിന് പകരം ദേ ആർ ജസ്റ്റ് കൺവേർട്ടിങ് ഇറ്റ് ടു നോളജ്. അവരുടെ അറിവ് അവരുടെ നോളജ് ഇങ്ങനെ കൂടി വരുന്നത് അബൌട്ട് എവറിത്തിങ് അറൌണ്ട് ദം. അപ്പം അതുകൊണ്ടാ പറയാം മോണ്ടിസോറി പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വൈഡായിട്ട് പോകണം, ബ്രോഡ് ആയിരിക്കണം, അത് കംപ്ലീറ്റ് ആവുകയും വേണം. കുട്ടികൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് പകരം ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്. നെക്സ്റ്റ് നീഡ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. പറഞ്ഞല്ലോ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും നിറയെ ഉള്ള ഒരു ഏജ് ആണ് 12 to 18 years എന്നൊക്കെ പറയുന്നത്. മറ്റേ ഏജിലും ഉണ്ട്, ബട്ട് ഈ ടൈം അവർ കുറെ കൂടെ അവരുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ടാസ്കിലേക്കൊക്കെ അതിനെ ചെയ്യുന്നു. ഓക്കെ, തേർഡ് ആരെങ്കിലും വായിക്കാമോ? ഞാൻ വായിക്കാം മാം. ഓക്കെ. Needs for creative expression. Montessori also detected that adolescents have a need for creative expression. Their creative urges enact not so much artistic feelings but as means for self-expression and self-discovery. They need assistance in their efforts. Montessori also indicated that adolescents need assistance in their effort to achieve extended independence. They need support in two areas: in a community of peers and an adult friend. യെസ്. സോ ഈ സമയത്ത് ഇവർക്ക് ഇവരുടെ പിയർ ഗ്രൂപ്പ് കൂടാതെ കുറച്ച് മുതിർന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ, കാരണം ഇവർക്ക് മുതിർന്നവർ എന്ന് പറയുമ്പോൾ ഒരു റോൾ മോഡൽ, സൂപ്പർ ഹീറോസ് അവർക്കെല്ലാം അറിയാം അല്ലെ, ചേട്ടന്മാര് അവർക്കെല്ലാം അറിയാം, ചേച്ചിമാര് അവർക്കെല്ലാം അറിയാം, അങ്ങനെ ഒരു ഫീൽ അവർക്ക് ഉണ്ടാവാറുണ്ട്. അതൊരു റൈറ്റ് സർക്കിൾ ആകണം. ശരിയായ ഒരു സർക്കിൾ ആണെങ്കിൽ മാത്രമാണ് ആ ഒരു സപ്പോർട്ട് ശരിയാവുള്ളൂ. ആ സപ്പോർട്ട് റൈറ്റ് ആണെന്ന് നമ്മള് പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ബോധ്യപ്പെടണം. ആ ഒരു രീതിയിൽ പലപ്പോഴും സ്കൂളുകളിൽ എന്തെങ്കിലും പ്രോഗ്രാം നടത്തുമ്പോൾ ഇപ്പൊ മിക്സഡ് ഏജ് ഗ്രൂപ്പ് ആക്കുന്നുണ്ട്. ഒരേ ക്ലാസ്സിലെ കുട്ടികളെ ആക്കാതെ എന്തെങ്കിലും പ്രോഗ്രാംസിന് ഒരു മിക്സഡ് ഏജ് ഗ്രൂപ്പ് ആക്കും. ഈവൻ സ്പോർട്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ, ആർട്സ് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവർ ഹൗസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എല്ലാ ക്ലാസ്സിലെയും കുട്ടികളും കൂടെ ഒരുമിച്ച്, ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗം. ആ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, പല പല ഐഡിയാസ് വരും. ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ അനുസരിച്ച് ഗ്രൂപ്പായിട്ട് അവർ പല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. അപ്പം അവരുടെ എഫേർട്ട് മാക്സിമം യൂസ് ചെയ്യും. അവർക്കൊരു അസിസ്റ്റൻസ്, ഒരു സപ്പോർട്ടും ഉണ്ടെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇതുപോലുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള സപ്പോർട്ടും അവർ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യും. ഓക്കെ, അവരിലുള്ള ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അവരുടെ ചിലപ്പോൾ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളത് ഉണ്ടാകും. പിന്നെ പലപ്പോഴും അവരുടെ ഒരു സെൽഫ് എക്സ്പ്രഷൻ, സെൽഫ് ഡിസ്കവറി. ഈ ഒരു ഏജ് ഒക്കെ ആകുമ്പോൾ ഈ മൊണോക്ട് മിമിക്രി ഒക്കെ ചെയ്യുന്ന കുട്ടികൾ ഭയങ്കര ഷാർപ്പായിട്ട്, ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് അതൊക്കെ പ്രസന്റ് ചെയ്യുന്നത് കാണാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ. ഞാൻ വായിക്കാം മിസ്. വായിച്ചോ. Interest in the exploration of reality. Adolescents have an interest in the research of reality. They want these analyses to include both the nature world of human organization, commerce, etc. During this period of adolescence, valorization of personality is considered to the target of the third plan. സോ ഫോർത്ത് നീഡ്, റിയാലിറ്റിയുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് താല്പര്യമായിരിക്കും ഈ ഒരു സമയത്ത്. കാരണം നമുക്കറിയാം മുന്നില് അവർക്ക് റിയൽ ഏതാ അൺറിയൽ ഏതാണെന്നുള്ളതൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ പറയുന്നൊക്കെ അങ്ങ് വിശ്വസിക്കും. അമ്പിളിമാമനെ പിടിച്ചു തരാം, നമുക്ക് അവിടെ പോയി തൊടാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരതങ്ങ് ഫുൾ ഡിവോർ ചെയ്യുക, എല്ലാം വിഴുകുക. ബട്ട് ഇവര് വലുതാകും തോറും, അഡൾട്ട്ഹുഡിലാവുമ്പോൾ പ്രത്യേകിച്ചും അവർക്ക് എല്ലാത്തിനും ഒരു പ്രൂഫ് വേണം. എല്ലാത്തിനും അത് വിശ്വസിക്കണമെങ്കിൽ they need certain proofs. പിന്നെ ചുമ്മാ ഒന്നും അങ്ങ് ഉൾക്കൊള്ളില്ല, കൺക്ലൂഷനിലേക്ക് എത്തണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവർക്ക് റിയാലിറ്റിയുമായിട്ട് ഇവർ കണക്ട് ചെയ്യുന്നു ഈ ഒരു ടൈമില്. ഹൊറർ മൂവീസ്, ഗോസ്റ്റ്, സ്പിരിറ്റ്, ഗോഡ്, അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ കുറെ കൂടെ അവർ അനലൈസ് ചെയ്യും.
നാച്ചുറൽ ആയിട്ടുള്ള വേൾഡ്, എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള നാച്ചുറൽ വേൾഡ്. പിന്നെ അതുപോലെ തന്നെ ചിലര് കൂടുതലും ഈ സ്പോർട്സ് സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, ചിലര് കൂടുതലും ബിസിനസ്. കുട്ടികൾ ചില ജോലിക്ക് പോകാനായിട്ട് തുടങ്ങും ഒരു 18 years ഒക്കെ ആവുമ്പോഴേക്കും ആ ഇൻഡിപെൻഡൻസ്. അപ്പൊ അവര് കൊമേഴ്സ് സൈഡ് ട്രേഡിങ് ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. കൊമേഴ്സ് സൈഡും എല്ലാം ഇവര് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു രാജ്യത്തിന്റെ ഇപ്പം ജീവിക്കുന്ന ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടെ ഒരു എക്കണോമിക് സ്റ്റേറ്റ് അതൊക്കെ ഇവർ കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങും പല കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്ക് ഈ ഫ്ലഡ് വന്ന സമയത്ത് ആ ഒരു ഇന്ത്യ ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രി ആണല്ലോ. അപ്പൊ ഫ്ലഡ് ടൈമില് പലരുടെ അടുത്തുനിന്നും സഹായം എടുക്കുമ്പോൾ നമ്മളുടെ ഡെവലപ്മെന്റ് താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക്. കാരണം ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിലെ സോഴ്സസ് ഉണ്ടാവുമല്ലോ. സോ വൈ ദീസ് കൺട്രി ഈസ് നോട്ട് യൂസിങ് ദാറ്റ് സോഴ്സ് എന്ന് പുറത്തുള്ള രാജ്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെയാകുമ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രിയാന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെയൊക്കെ കുട്ടികളൊക്കെ കുറെ ഡിസ്കഷൻ ഒക്കെ ആ സമയത്ത് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു അഡോളസൻസ് പീരീഡില് ഇവര് വല്ലറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഈ സാധനങ്ങളുടെ വില കൂടുന്നതാണ് ശരിക്കും വെല്ലറൈസേഷൻ എന്ന് പറയുന്നത്. ഈ നമ്മളുടെ ഈ ഗവൺമെന്റിന്റെ പെട്രോളിനൊക്കെ എന്തോ അതന്നെ പെട്രോളിനൊക്കെ ചില സമയത്ത് ഇങ്ങനെ കൂടും. ഗവൺമെന്റിന്റെ ചില ആക്ഷൻസ് ഒക്കെ കാരണം അല്ലെ നമ്മൾ കാണാറുണ്ട്. ഈ ഇലക്ഷൻ ആവാറാകുമ്പോഴേക്കും അല്പം കുറയ്ക്കും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും കൂടും. അങ്ങനെ ഒരു ഇത്. അപ്പൊ അങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ പല കാര്യങ്ങളും എല്ലാ ഏരിയയിലേക്കും കുട്ടികളെ കണക്ട് ചെയ്യുവാണ്. അവർ കൂടുതൽ വൈഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഒരു അവര് ജീവിക്കുന്ന ആ ഒരു വീട്ടിൽ നിന്ന് മാറി പുറം കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പല കാര്യങ്ങളും ഇവര് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും. റിയാലിറ്റിയുമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ, അങ്ങനെ പലതും. അപ്പൊ അവർക്ക് പലതും അറിയാം. പലതിന്റെയും റേറ്റിംഗ്, ആ സാധനങ്ങളുടെ പ്രൈസ് കൂടുമ്പോൾ ഉള്ള ഡിമാൻഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രൈസ് റേറ്റിംഗ് കൂടുമ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ചും അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ് അതിന്റെ ആ ഒരു അനലൈസേഷൻ കൊമേഴ്സ്യൽ സൈഡ് എല്ലാം ഇവര് ചിന്തിക്കാനായിട്ട് തുടങ്ങും ഈ ഒരു ടൈമിലാണ്. തേർഡ് പീരീഡ് അവർക്കപ്പോ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ അവർക്ക് എന്തിനും എവിഡൻസ് വേണം. എന്ത് പറഞ്ഞാലും അവർ അങ്ങനെ വിഴുങ്ങില്ല. സോ ദേ നീഡ് എവിഡൻസ്. അവരത് അനലൈസ് ചെയ്യും, പ്രോബ്ലം സോൾവിങ് ചെയ്യും. പിന്നെ അവർക്ക് റോൾ മോഡൽസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ടോട് കൂടി പല കാര്യങ്ങളും അവർ എക്സ്പ്ലോർ ചെയ്യും. ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ ആർട്ടിസ്റ്റിക് സ്കില്ലായിരിക്കും. അക്കാദമിക് സൈഡിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. നെക്സ്റ്റ് ഫോർത്ത് പീരീഡ്. മാം ഞാൻ വായിക്കാം. Fourth period. According to Montessori, during this period, the young man is strong and relatively stable. The psychological characteristics are similar to those in the second plan. In the second period of development, relative calm appears after proceeding 6 years of rapid change and turbulence. A similar integration of earlier changed take place during this period and that of adolescence. During this period, the young person must be given help to enable him to become part of their society and to adapt to contemporary needs. This adaptation occurs through interaction of activities and experiences. Okay. So fourth period എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 to 24 years മെച്യൂരിറ്റിയുടെ പീക്ക് എന്ന് പറയാം. ആ ഒരു ടൈം ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. ഇന്റലക്ച്വൽ സ്കില്ലും ഇമോഷണൽ സൈഡുമാണ് ബ്രെയിനിന്റെ രണ്ട് സൈഡ്സ്. അത് രണ്ടും ഡെവലപ്ഡ് ആയി കഴിഞ്ഞു. സോ ഹി നോ ഹൗ ടു കൺട്രോൾ ഹിസ് ഇമോഷൻസ്, ഹി നോ ഹൗ ടു യൂസ് ഹിസ് ഇന്റലക്ച്വൽ. നമ്മൾ പറയില്ലേ, വികാരപരമായിട്ടും വിവേകപരമായിട്ടും ആളുകൾ പെരുമാറും. എപ്പോഴും നമ്മള് ഇമോഷണലി ആക്ട് ചെയ്യുന്നതിനേക്കാളും ഇന്റലക്ച്വലി ആക്ട് ചെയ്യുന്നതാണ് ചില കേസസിൽ നല്ലതെന്ന് പറയും. പലപ്പോഴും ആളുകൾ വികാരത്തിന്റെ പുറത്ത് പലതും ചെയ്തു കൂട്ടും. ബട്ട് അവിടെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യുമ്പോഴാണ് ആ മെച്യൂരിറ്റി എന്നുള്ളത് വരുന്നത്. ഒരു 24 years ആകുമ്പോൾ ഹി വിൽ ബി വെരി മെച്യൂർ ഇൻ ഹിസ് റിലേഷൻഷിപ്സ് ഓൾസോ. ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പും ആ ഒരു മെച്യൂരിറ്റി കാണിക്കും. ചെയ്യുന്ന ആക്ഷൻസിൽ ആ ഒരു മെച്യൂരിറ്റി കാണിക്കും. സ്ട്രോങ്ങും അതുപോലെ തന്നെ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കും.
ഒരു യങ് മാൻ, യൂത്തിലേക്ക് കടന്നു അല്ലെ, യങ് മാൻ ആയി കഴിഞ്ഞു. ഓക്കെ, സോ ഈ സമയത്ത് സൈക്കോളജിക്കൽ ക്യാരക്ടേഴ്സ് നമ്മൾ സെക്കൻഡ് ആ ഒരു പ്ലെയിനിൽ പറഞ്ഞ പോലെ തന്നെ സിമിലർ തന്നെയാണ്. ഒരു കാമായിട്ടുള്ള ഒരു പഴയ എടുത്തുചാട്ടങ്ങളൊക്കെ മാറി ഒന്ന് മെച്ചുവറായി കാമായിട്ടായിരിക്കും ഈ ഒരു പെട്ടെന്നൊരു റാപ്പിഡ് ചേഞ്ച്, ആ ഒരു ടർബുലൻസ്, ആ ഒരു എന്താ പറയാ, ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സ്റ്റേബിൾ ആകുന്നു. നല്ലൊരു ഫ്ലോ ആയി കഴിയും ആ ഒരു വ്യക്തിയുടെ രീതികള്. ഓക്കെ, അപ്പൊ ഈ ഒരു അഡോളസൻസ് പീരീഡിന്റെ ആ ഒരു മെച്ചൂരിറ്റി പീക്കിലെത്തുന്ന ഒരു പീരീഡ് ആണത്. ഒരു യൂത്ത് ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗമായി കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ ബീയിങ് ആയി മാറുവാണ്. പലപ്പോഴും സൊസൈറ്റിയുടെ നീഡ്സ് അനുസരിച്ചും എല്ലാം അവര് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അവര് അഡാപ്റ്റഡ് ആകുവാണ്, അവരുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സുമായിട്ട് മോർ അഡാപ്റ്റഡ് ആകുന്നു. പല രീതിയിലുള്ള ആക്ടിവിറ്റീസും ചിലർ വീണ്ടും പഠിക്കുന്നു, ചിലർ ജോലിക്ക് പോകുന്നു, വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടാവുമല്ലോ അവിടവുമായിട്ട് അഡാപ്റ്റഡ് ആകുന്നു. ചിലർ ഫാമിലി എന്നുള്ള സിസ്റ്റത്തിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകുന്നു, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു, മാരേജ് കഴിയുന്നു, പാർട്ട്ണർ വരുന്നു. സോ ലൈക്ക് അങ്ങനെ അവരുടെ ഒരു ഫാമിലി സിസ്റ്റവുമായിട്ടും അവർ അഡാപ്റ്റഡ് ആകുന്നു. അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസും എക്സ്പീരിയൻസസും അവരിൽ ഉണ്ടാകുന്നു. ഒരു സോഷ്യലൈസ് ചെയ്യുന്നു കൂടുതലായിട്ട്, അവരുടേതായിട്ടുള്ള സർക്കിളിൽ അവർ കൂടുതൽ ആക്റ്റീവായി മാറുന്നതാണ് ഫോർത്ത് പീരീഡ്. ബ്രെയിനിന്റെ 2 സൈഡ്സും ഡെവലപ്പ് ആയി കഴിഞ്ഞു, ഇമോഷൻസും ഇന്റലക്ച്വൽ ലെവലും അവരുടെ ഡെവലപ്പായി ഫുൾ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, സോ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ 24 years ആണ് ഒരു പ്രേമിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുക. കാരണം വെച്ചാൽ ആ ഒരു ടൈമിൽ നല്ല മെച്ചുവർ ആയിരിക്കും. പാടില്ല എന്നോ ചെയ്യരുതെന്നോ അല്ല ഞാൻ കുട്ടികളോട് പറയുന്നത്. ആ ഒരു ടൈമിൽ അവരുടെ ഇമോഷൻസ് അൺസ്റ്റേബിൾ ആയിരിക്കും. ദേ ഡോണ്ട് നോ ഹൗ ടു ഡു സംടൈംസ്, എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആസിഡ് അറ്റാക്കും, കത്തിക്കുത്തും, പെട്രോൾ ഒഴിച്ച് കത്തിക്കലും ഒക്കെ നടക്കുന്നത്. സോ ആഫ്റ്റർ 24 years എന്ന് പറയുമ്പോൾ ഇവരുടെ ബ്രെയിൻ നല്ല ഡെവലപ്പ് ആയി, ഇമോഷൻസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇന്റലക്ച്വൽ ലെവലിൽ അവർ ആക്ഷൻസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഇസ് എൻഡ് ഓഫ് ദ യൂണിറ്റ് 3. സോ അപ്പൊ ഇന്നലെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫസ്റ്റ് ബാച്ച് പ്രാക്ടിക്കൽ ചെയ്യാൻ നേരിട്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന ദിവസമായിരുന്നു. കുറെ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ നേരിട്ട് വന്നു. ദേ ആർ വെരി ഹാപ്പി. അപ്പൊ അവരുടെ ഒരു സജഷൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന ആ ഒരു ടൈം ആകുമ്പോൾ കുറച്ച് പ്രാക്ടിക്കൽസ് ഇതൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരു ഐഡിയ കിട്ടിയേനെയാണ്. ഫസ്റ്റ് ബാച്ച് ആകുമ്പോൾ നമുക്കും കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല, മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയും കൂടെ വരുവാണെങ്കിൽ അത് നന്നായിരുന്നു എന്നൊരു സജഷൻ. ഇനിയുള്ള ബാച്ചുകൾക്ക് അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും തോന്നുന്നത്. അപ്പൊ ഐ തിങ്ക് അങ്ങനെ ആവുമ്പോൾ നമുക്ക് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, ഞാൻ കുറെയൊക്കെ ഇതിന്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, ഒരു കുട്ടി വന്നാൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പൊ ഒരു നിങ്ങളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്ന രീതി. അതിനാണ് ഞാൻ ഇന്നിപ്പോ ഈ കൊച്ചിന്റെ കാര്യം പറഞ്ഞത്, ഈ മൊബൈൽ ഇഷ്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പൊ ഫസ്റ്റ് ബാച്ചിൽ വന്നൊരു കുട്ടി, എനിക്ക് ഓർമ്മയുണ്ട്, ആളതാന്ന് ഓർമ്മയില്ലായിരുന്നു. എന്നോട് ഇങ്ങനെ ഭയങ്കര കരഞ്ഞുകൊണ്ട് കോഴ്സ് തുടങ്ങിയ സമയത്ത് എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ കുട്ടിക്ക് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, പ്രശ്നം ലൈക്ക് ബിഹേവിയറൽ ഇഷ്യൂസ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, മാം ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. സോ ഞാൻ പറഞ്ഞു, ചെറിയ പ്രായത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് വേണ്ടുന്ന ഇന്റർവെൻഷൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്താലേ ഇത് മാറുള്ളൂ. എനിക്ക് നേരിട്ട് കണ്ടില്ല, പക്ഷെ കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. ഇന്നലെ വന്നപ്പോ എന്നോട് പറയും ഭയങ്കര ഹാപ്പിയാണ്, വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ഞാനൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി, അവനിപ്പോ അവന്റെ ബിഹേവിയറിലൊക്കെ നല്ല മാറ്റമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സന്തോഷം, എല്ലാവർക്കും സന്തോഷമായിരുന്നു. എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിരുന്നു, ഇൻലോസും ഹസ്ബൻഡും എല്ലാം അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു. എപ്പോഴും അമ്മമാരെ സ്ട്രഗിൾ ചെയ്യും ഈ ഒരു സിറ്റുവേഷനിൽ അല്ലേ. കാരണം എന്തെങ്കിലും പിന്നീട് കുട്ടി വലുതാവുമ്പോഴും ഇഷ്യൂ ഉണ്ടാവുമ്പോഴും നീ വളർത്തിയതിന്റെ ദോഷം, അങ്ങനെ ഒരു ഇത് നമ്മൾക്ക് കിട്ടും. അപ്പൊ ഈ കുട്ടി പറയാണ്, ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാണ് മാം, കാരണം അവന്റെ മാറി. ഞാനൊന്നും ചെയ്തില്ല, ഞാനിങ്ങനെ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇന്റർവെൻഷൻ നടത്തണം, ഒരു തെറാപ്പിസ്റ്റിനെ കാണിക്കണം, എന്നാലല്ലാതെ നമുക്കിനത് ചെയ്യാൻ. പിന്നെ കുട്ടിയോടുള്ള ആറ്റിറ്റ്യൂഡ്, സമീപനം,
ഒരു അമ്മ എന്ന നിലയിലും അല്ലെങ്കിൽ പാരന്റ്സ്, അച്ഛനും അമ്മയും വീട്ടിലുള്ളവരും അതും ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അത്രമാത്രമേ പറഞ്ഞുള്ളൂ. ബട്ട് അത് നല്ല രീതിയിൽ നടക്കുക തന്നെ ചെയ്തു. ഇപ്പം വീട്ടിൽ നല്ലൊരു സന്തോഷമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആന്ന് പറഞ്ഞു. മറ്റേത് വീട്ടിൽ ഭയങ്കര ടെൻഷനായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് അവർ ഭയങ്കര അത് കുട്ടിയുടെ പ്രശ്നമായിരുന്നില്ല, അവന്റെ ഒരു ഇമോഷണൽ ബാലൻസിന്റെ അവിടെ, അവന്റെ ഒരു സൈക്കോളജിക്കൽ ക്യാരക്ടറിന്റെ എവിടെയോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒന്ന് കറക്റ്റ് ചെയ്തു. ഓക്കെ, ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞു. പറയുമ്പോ കണ്ണൊക്കെ അങ്ങനെ സന്തോഷം കൊണ്ട് നിറയുമായിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം, അല്ലാതെ കണ്ണ് നിറയുന്നതാണ് ഇപ്പൊ ഒരു വിഷമല്ലേ. ഇത് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്, ഭയങ്കര സന്തോഷം തോന്നും. സോ യു പീപ്പിൾ ക്യാൻ ഡു മെനി തിങ്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ മാത്രമല്ല, എത്രയോ പേര് വരുന്നു. അവരൊക്കെ ഓൾവേസ് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾക്കൊരു കോഴ്സ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടി ജോലിന്ന്, നമ്മുടെ ലൈവ്ലിഹുഡിന് നമുക്കൊരു ജോബ് വേണം, നമ്മുടെ പാഷൻ ജോബ് വേണം, നമുക്കൊരു വരുമാനം വേണം, ജോബ് വേണം. ബട്ട് യുവർ റെസ്പോൺസിബിലിറ്റി അതിനെല്ലാം മുകളിലുണ്ട്, അതും കൂടെ ചിന്തിക്കണം. ഓക്കെ, എന്താ പറയാ, ഈ അറിയാത്ത ഒരാള് ഡോക്ടറായി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമല്ലേ, ജീവൻ വരെയും പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, കുട്ടികളുടെ ഡെവലപ്മെന്റ് ഗ്രോത്ത് ആ ഒരു സ്റ്റേജ് തുടങ്ങുമ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. സോ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു കോളേജിലെ കുട്ടികൾക്ക് പോയി നിങ്ങളൊരു ലെക്ചർ ക്ലാസ് എടുക്കുക, അവിടെ അവരെ ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എങ്ങനെ എടുത്താലും നല്ല രീതിയിൽ എടുത്താൽ ദേ വിൽ ആക്സെപ്റ്റ്. അവർ ശ്രദ്ധിച്ചില്ലെങ്കിലും അവിടെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ആക്ഷൻ, നിങ്ങളുടെ ഒരു വാക്ക് എഫക്റ്റ് ചെയ്യുന്ന ഏജാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ്. എനിക്കൊരു ജോലി വേണം, സോ എങ്ങനെയെങ്കിലും പഠിച്ച് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരു ജോലിക്ക് പോകാന്നുള്ളത് മാത്രം ചിന്തിക്കരുത്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ബിൽഡ് എ സൊസൈറ്റി. അതൊരു വേൾഡ്, ഒരു യൂണിവേഴ്സ്, ഒരു ബ്യൂട്ടിഫുൾ വേൾഡ് ആയി മാറാനും നിങ്ങളുടെ ഹാൻഡ്സ് അതിലുണ്ടെന്നുള്ളത് ഓർക്കുക കേട്ടോ. Okay, so yes, we can start next. Next unit is self-construction. Okay, സ്വയം കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ പറയില്ലേ, ചില ആളുകൾ പറയും ഞാൻ സെൽഫ് മെയ്ഡാ, ഞാൻ തന്നെയാണ് വളർന്നു വന്നത്, തന്നെയാണ് ഉണ്ടായതെന്നൊക്കെ പറയൂ അല്ലെ, ചില ആൾക്കാർ പറയണ കേട്ടിട്ടില്ലേ. യെസ്, പിന്നെ നമുക്ക് 4th റെക്കോർഡിന്റെ കുറച്ച് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ലാസ്റ്റ് മണിക്കൂർ മിസ്സിനോട് ചോദിച്ചുകൊണ്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. എന്നെ 4 മിനിറ്റ് ആകുമ്പോൾ ഉറപ്പിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അത് പറഞ്ഞുതരാം. കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് അല്ലേ? ഓക്കെ, പേരെന്തായിരുന്നു? FNJ ക്രിയേഷൻ എന്നാ കാണുന്നത്. എന്നോട് പറഞ്ഞു. എല്ലാവർക്കും ഉണ്ട് ഡൗട്ട്. പിന്നെ മിസ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞ മിസ്. അപ്പൊ ചെയ്യണീന്റെ മുന്നേ ഡൗട്ട് ക്ലിയർ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാലോ. ഫസ്റ്റ് 3 കഴിഞ്ഞോ? അത് ഡീറ്റെയിൽ ഓക്കെ ആണോ? പറഞ്ഞുതരാം. ഓക്കെ, സോ സെൽഫ് കൺസ്ട്രക്ഷൻ. ഒരു കുഞ്ഞ് ബേബി, ഹ്യൂമൻ ബേബി തന്നെത്താനെയാണോ ഉണ്ടായി വരുന്നേ? ആരുടെ സഹായം ഇല്ലാതെയാണോ വളർന്നു വരുന്നേ? ജനിച്ചപ്പോ തുടങ്ങി നമുക്ക് നോക്കാം. അമ്മയുടെ വോമ്പിലായിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കണ്ട. ഇവൻ അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോഴും അമ്മ ഭക്ഷണം നല്ലതുപോലെ കഴിക്കണം, എന്നാലാണ് ഇദ്ദേഹത്തിന് കിട്ടുള്ളൂ അല്ലെ. അവിടെയും ഡിപ്പെൻഡ് ചെയ്യുക, തന്നെയല്ല വളരുന്നത്. ഓക്കെ, ഇനി കുട്ടി ജനിച്ചു, നമ്മുടെ കയ്യിൽ കിട്ടുക, അപ്പൊ തുടങ്ങിയ അതിന്റെ ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഒന്ന് പറയാമോ? നമ്മൾ എടുക്കുമ്പോ പറയും തലയുടെ അവിടെ സപ്പോർട്ട് കൊടുക്കണം, സർവേനെ പറ്റി ഒന്നും കൂടി പറഞ്ഞു തരാമോ? അതും പറഞ്ഞു തരണേ. ഓക്കെ, ഓക്കെ. സോ തല ഉറച്ചിട്ടില്ല, സോ തല അവിടെ സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ നേരത്ത് പ്രായമായവര് നമ്മളോട് പറയുമല്ലേ, കുറച്ച് ദിവസം പാല് കൊടുക്കണം അങ്ങനെയെല്ലാം പറയുമല്ലോ കുഞ്ഞിന്. അതെ അതെ. പിന്നെ ഇപ്പൊ നോക്ക്, നോട്ടം കറക്റ്റായി അല്ലെ, ചിരിക്കാൻ തുടങ്ങി, നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങി, കളറൊക്കെ കാണുമ്പോ നോക്കും, ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് നോക്കും, കൈയും കാലൊക്കെ ഇട്ട് ഇങ്ങനെ അനക്കാൻ തുടങ്ങും.
ഇതൊക്കെ ഓരോരോരോ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഓരോരോ പ്രോസസ് ആയിട്ട് വരുന്നത്. പിന്നെ പതുക്കെ പതുക്കെ കമിഴാനുള്ള ഒരു ശ്രമം പലപ്പോഴും പരാജയപ്പെടും. അങ്ങനെ ഒരു ദിവസം അങ്ങ് കമിഴും. അപ്പൊ മൂക്ക് പോയി ഇടിക്കും. നമ്മളവിടെ പില്ലോ വെച്ച് കൊടുക്കും അല്ലെ. അവിടെയൊക്കെ നമ്മുടെ നോട്ടും സപ്പോർട്ടും സഹായവും ഒക്കെ വേണം. പിന്നെ പതുക്കെ എഴയാൻ തുടങ്ങും, ക്രോളിങ്. പിന്നെ മുട്ടുകുത്താനായിട്ട് ശ്രമം, മുട്ടുകുത്തി എഴയും. പിന്നെ ഇരിക്കാൻ നോക്കും. പിന്നെ പതുക്കെ പിടിച്ചു നിൽക്കും. പിന്നെ നടക്കാൻ തുടങ്ങും, വീഴും, വീണ്ടും നടക്കും, വീഴും, പിന്നെ ഓടുക, സ്റ്റെപ്പ് കയറുക, അങ്ങനെയുള്ള കലാപരിപാടികൾ. പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. അതെ അതെ, ഹോൾഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അങ്ങനെ ഇവരുടെ മൂവ്മെന്റ്സും ഡെവലപ്മെന്റ് ഒക്കെ മാറുവാണ്. ഇനി ഒരു പശുക്കുട്ടി, കിടാവ്, അത് ഒരു പശു ഒരു കിടാവിനെ പ്രസവിച്ചു. അതിന്റെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ സംഭവിക്കണേ? ജനിച്ച ഉടനെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഓടിച്ചാടി നടക്കാറ്. അതെ, ഓടിച്ച് ആദ്യം ഒന്ന് വേച്ച് വേച്ചൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ജനിച്ച ഉടനെ അത് വലിയ ആനയുടെ കുഞ്ഞാണെങ്കിൽ വരെയും അത് ജനിച്ച് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ അവര് നടക്കാൻ തുടങ്ങും. തന്നെ അവർക്കറിയാം പാല് കുടിക്കേണ്ടത് അവർക്കറിയാം. ഇവിടെ വെച്ചു കൊടുക്കുന്നു, പിടിച്ചു കൊടുക്കുന്നു, ഞെക്കി കൊടുക്കുന്നു, പാല് കൊടുക്കാൻ അല്ലെ. അവിടെ അവർ തന്നെ ആവുക. പെട്ടെന്ന് തന്നെയാണ് അവരുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യും. മനുഷ്യക്കുട്ടികൾക്കാണ് കുറെ ടൈം എടുക്കുന്നത് വളർന്ന് വലുതാവാനും ഓരോ കാര്യങ്ങൾ പഠിക്കാനും. അതെ, ഈ കാങ്കറൂന്റെ ബേബീസ് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ജനിച്ച ഉടനെ അവർക്കറിയാം അവരുടെ പൗച്ച്, വയറിന്റെ അവിടുത്തെ പൗച്ച് എനിക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. ചാടി അതിനകത്ത് കയറിയിരിക്കും. അവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ടേർട്ടിൽസ്, അവര് ഈ ബീച്ച് സൈഡിൽ വന്നിട്ട് മുട്ടയിടും. ഇട്ടിട്ട് അവര് വല്ല വഴിക്ക് പോവും. ഈ കുഞ്ഞുമുട്ട തന്നെ വിരിഞ്ഞ് ഈ കുഞ്ഞുങ്ങള് നേരെ കടലിലേക്കാ പോണേ. അവരോട് ആരാ പറഞ്ഞു കൊടുക്കണേ? കടലാണ് അവരുടെ വീട്. അങ്ങനെ അത് അനിമൽ ബേബീസും ഹ്യൂമൻ ബേബീസും തമ്മിലൊരു ഡിഫറൻസ് നമ്മൾ പറയുക. സോ സെൽഫ് കൺസ്ട്രക്ഷൻ ഹ്യൂമണിലുണ്ടാകുന്ന ആ ഒരു ഡിലേ. ഇപ്പൊ മറിയ മോണ്ടിസോറി പറയുന്നത് കുഞ്ഞ് അമ്മയുടെ വോപ്പിലായിരിക്കുമ്പോ നമ്മൾ ഭ്രൂണാവസ്ഥ എന്ന് പറയില്ലേ, എംബ്രിയോ, ആ ഒരു എംബ്രിയോ സ്റ്റേജിലായിരിക്കും. അത് 9 months കൊണ്ട് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെയും പല പല കാര്യങ്ങളിലൂടെയൊക്കെ അത് പൂർണ്ണ വളർച്ചയെത്തുന്നു. എല്ലാ രൂപം, എല്ലാ ഓർഗൻസും, ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസ് എല്ലാം ആയിട്ട് അമ്മ കുട്ടിയെ പ്രസവിക്കുന്നു. പക്ഷെ പുറത്ത് വന്നു കഴിയുമ്പോൾ ഫിസിക്കലി ഒക്കെ രൂപങ്ങളുണ്ട്. ബട്ട് ആ കുട്ടിയുടെ മനസ്സ് അപ്പോഴും ഭ്രൂണാവസ്ഥയിലാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതിന് സ്പിരിച്വൽ എംബ്രിയോ എന്നാണ് മൈൻഡിനെ മറിയ മോണ്ടിസോറി പറയുന്നത്. മൈൻഡ് എംബ്രിയോ സ്റ്റേജിലായിരിക്കും. മൈൻഡ് അപ്പോഴും ഡെവലപ്ഡ് ആയിട്ടില്ല. ആ ഡെവലപ്മെന്റ് ആണ് പിന്നെ നടക്കുന്നത്. മൈൻഡ് മീൻസ് മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യുക അല്ലെ നമുക്ക്. അപ്പൊ കുട്ടിക്ക് മെമ്മറിയുടെ 2 സ്റ്റേജസ് ആയിട്ടാണ് 0 to 6 years മറിയ മോണ്ടിസോറി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മറിയ മോണ്ടിസോറി പറയുന്നത് 0 to 3 years കുഞ്ഞിന് അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം അവരുടെ മൈൻഡിൽ ഇംപ്രഷൻസ് ആയിട്ട് കിടക്കും. ബട്ട് ഇവർക്ക് അത് വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും 3 വയസ്സിന് താഴെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഇല്ല മിസ്. ബട്ട് ആഫ്റ്റർ 3 years നമുക്ക് എന്തൊക്കെയൊക്കെയോ ഓർമ്മകളുണ്ടല്ലേ. കുഞ്ഞിലേ നടന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും അല്ലെ. ആഫ്റ്റർ 3 years ഓർമ്മയില്ലേ ഫർസാന? ഇല്ല, പാരന്റ്സ് പറഞ്ഞു തരുന്ന ഓരോ ഓർമ്മ ഉണ്ട്. പാരന്റ്സ് ഇങ്ങനെ പറയുമല്ലോ കുഞ്ഞിൽ എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയണതൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാതെ ഓർമ്മ കിട്ടൂല. 1ാം ക്ലാസ് പഠിച്ച എനിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോയ കാര്യം ഓർമ്മയുണ്ട്. എന്നെ പഠിപ്പിച്ച സൂസൻ ടീച്ചർ എന്നെ റാ എഴുതാൻ പഠിപ്പിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് നിറയെ മുടിയുണ്ടായിരുന്നു. ചെറുപ്പത്തിലേ തുടങ്ങി നല്ല മുടിയുണ്ടായിരുന്നു. അത് പോയിട്ട് അപ്പൊ ഞാനിങ്ങനെ നമ്മൾ അന്നിങ്ങനെ നിലത്ത് ഇങ്ങനെ കിടന്നൊക്കെയാണല്ലോ എഴുതുന്നത്. ഭയങ്കര എഴുതി അതിന്റെ സ്പിരിറ്റ് കൂടുമ്പോ അങ്ങനെ കിടന്ന് ഇങ്ങനെ എഴുതും. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ മുടി ചെന്നിട്ട് അടുത്ത ആളുടെ സ്ലേറ്റിലേക്ക് വീഴും. അപ്പൊ അവര് ടീച്ചറെ വിളിച്ച് കംപ്ലൈന്റ് പറയും. സോ ടീച്ചർ വന്ന് എന്റെ മുടി കെട്ടി തന്നത് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കുഞ്ഞിലിങ്ങനെ മുട്ട് കമ്മലുണ്ടല്ലോ ഈ ഗോൾഡിന്റെ, എന്റെ സ്ഥിരം അതിന്റെ ഏതെങ്കിലും ഒരു കമ്മലിന്റെ ഈ ശങ്കീരി എന്ന് പറയില്ല ആണിഭാഗം പോവും. ഞാനും എന്റെ മുത്തശ്ശനും കൂടെ അത് നോക്കി നോക്കി നടന്നത് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ആ ഒരു ചെറിയ പ്രായത്തിൽ. ആഫ്റ്റർ 3 years നമുക്ക് എവിടെയൊക്കെയോ ഓർമ്മകളുണ്ട്
അല്ലെ, എവിടേക്കോ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ 3 വയസ്സ് താഴെയുള്ള നമുക്ക് ഓർമ്മയില്ല. മോണ്ടിസോറി പറയുന്നത് 0 to 3 years അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. എല്ലാം നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ രജിസ്റ്റർ ആവുന്നുണ്ട്, ഇംപ്രഷൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഓർത്തെടുത്ത് പറയാനോ ഒന്നും അറിയില്ല. ബട്ട് ആഫ്റ്റർ 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുക. ഈ അൺകോൺഷ്യസ് മൈൻഡ് പ്രോഗ്രസീവ് ആയിട്ട് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുക. പിന്നെ നമുക്ക് ഓർമ്മകളാണ്, അതിന് രജിസ്റ്റർ ആയിട്ട് തന്നെ കിടക്കും ആ ഓർമ്മകൾ. ബട്ട് ഈ 0 to 3 years കുഞ്ഞ് അനുഭവിക്കുന്ന പലതും ട്രോമയായിട്ട് പ്രായം ചെല്ലുമ്പോഴും ഉണ്ടാകും എന്നാണ് പറയുന്നത്. നമ്മള് കുട്ടികളെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു അടി കൊടുത്തു, അത് കുഞ്ഞ് വല്ലാതെ കരഞ്ഞിട്ട് കരഞ്ഞ് ചിലപ്പോ അങ്ങനെ കിടന്ന് ഉറങ്ങും. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഉറങ്ങുമ്പോ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഏങ്ങലടിക്കുന്നതും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്നതൊക്കെ കാണാം. ഒരിക്കലും അത് നമ്മളതാക്കരുത്. നമ്മൾ വഴക്ക് പറഞ്ഞു, അടിച്ചു, പോട്ടെ, അത് ചെയ്യാതിരിക്കാൻ നോക്കുക. പക്ഷെ സംടൈംസ് അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്യണം. അത് ശരിയാക്കി അവനെ ഹഗ് ചെയ്ത് അല്ലെങ്കിൽ അവളെ ഹഗ് ചെയ്ത് ഒരു കിസ്സൊക്കെ ചെയ്തിട്ട് വേണം ഉറക്കാൻ. ഒരു ശാന്തമായ ഉറക്കമാണ് അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് കൂട്ടുന്നത്. അതേസമയം നമ്മളുടെ ഈഗോയും ഇങ്ങനെ വർക്കൗട്ട് ആയിരുന്നു, അങ്ങനെ കിടന്നുറങ്ങട്ടെ, അവിടെ കിടന്നോട്ടായിരുന്നു. പിന്നെ അഥവാ ഉറങ്ങിപ്പോയെങ്കിലോ തല്ലിയെങ്കിലും എണീപ്പിച്ച് പ്രശ്നം സോൾവ് ചെയ്ത് ഹഗ് ചെയ്ത് കിസ് ചെയ്ത് ഉറക്കുക. അവര് സമാധാനമായിട്ട് ഉറങ്ങും. അപ്പോഴേ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ അവര് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അവർ അത്രയും മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടക്കുക. നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ ഈ ബ്രെത്ത് അത് തന്നെ നമുക്ക് മനസ്സിലാവും. അതിൽ തന്നെ വ്യത്യാസം, ഭയങ്കര ഡിഫറൻസ്. വഴക്ക് പറഞ്ഞിട്ട് കിടന്നാൽ ഏങ്ങലായിരിക്കും കുഞ്ഞ്. ഇട്ടും ചില സമയത്ത് ഒട്ടും സമാധാനം അവർ ഉറങ്ങില്ല. ഉറക്കമാണ് ചെറിയ പ്രായത്തിൽ അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു വളം എന്ന് തന്നെ പറയാം. ഓക്കെ, സോ നമുക്ക് ഇനി മറ്റേ ഡിസ്കഷൻ റെക്കോർഡ് റൈറ്റിംഗ് സർവേയും കൂടെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. സോ റെക്കോർഡ് ആദ്യം പറഞ്ഞിട്ട് സർവേയിലേക്ക് പോവാം. ഞാൻ അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യട്ടെ. എന്റെ റെക്കോർഡും കൂടെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്ത് പോയോ? കാണാമോ? സ്ക്രീൻ കാണാമോ? ഇപ്പം ഇടയ്ക്ക് എന്തോ ഇഷ്യൂ വന്നു. ഓക്കെ, നമ്മളുടെ അതില് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിക്കുടുക്ക മാജിക് പോട്ട് അതിന്റെ ഇംഗ്ലീഷ് അത് കണ്ടിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? അതിലെന്താ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണല്ലേ, ഒന്നും ഫിനിഷ്ഡ് അല്ല, എല്ലാം കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? ഡോട്ട്സ് ജോയിൻ ചെയ്ത പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, പിക്ചറിന് കളർ കൊടുക്കുക, പിന്നെ വഴി കണ്ടുപിടിക്കുക, ഫൈൻഡ് ദ വേ, പിന്നെന്താണ് ക്രോസ് വേർഡ് പസിൽസ്,
അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഒന്നും ഫിനിഷ്ഡ് അല്ല, എല്ലാം കുട്ടികൾ തന്നെ ചെയ്യണം. നമ്മുടെ ഈ റെക്കോർഡ് ബുക്കും അങ്ങനെയാണ്, നമ്മളൊന്നും ആൻസർ ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ഇതുപോലെ ഫിനിഷ് ആവാത്തത്. ഓക്കെ, ദീപിക എന്തെങ്കിലും പറയാനാണോ, അല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് വൺ, ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ അക്കോർഡിംഗ് ടു യുവർ ഇമാജിനേഷൻ. ഞാൻ ചെയ്തതിന്റെ പിക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, കാണാമോന്ന് അറിയില്ല. ഞാനൊരു മിക്കി മൗസിനെ പോലെ എന്തോ വരച്ചിട്ട് ചില ഭാഗങ്ങൾക്ക് പിക്ചറും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ചെവിയുടെ ചില ഭാഗത്തൊക്കെ ഡോട്ടർ ലൈൻസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഡോട്ടർ ലൈൻസ് വെച്ചിട്ട് അതിനെ ബോൾഡ് ലൈൻസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കളറും ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു പിക്ചർ വരയ്ക്കുക. പിക്ചറിന്റെ പല ഭാഗത്തും ബോർഡ് ലൈൻസ് വെക്കാതെ, ഒരു മിനിറ്റ് കേട്ടോ, ബ്ലേർഡ് ആയിട്ടുള്ളതൊന്ന് മാറ്റി. ഇത് കാണാമോ പിക്ചർ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരയ്ക്കാട്ടോ. ഞാനൊരു മിക്കി മൗസിന്റെ പോലത്തെ ഒരു പിക്ചറാണ്. അതിൽ ഒരു ചെവി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ചെവി മാത്രം ബോർഡ് ലൈൻസ്, ഒരു ചെവി ഞാൻ ഡോട്ടർ ലൈൻസിൽ. കാണാമോ? കണ്ടോ? ഒരു ചെവി നല്ല ബോർഡ് ലൈൻസ്. അങ്ങനെ ഇതിന്റെ പല ബോഡിയിലെ പല പാർട്സും വരയ്ക്കാതെ ഫിനിഷ് ആക്കാതെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഫിനിഷ് ആക്കിയതിന് ശേഷം കളർ ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഇതൊന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതല്ല കേട്ടോ. അങ്ങനെയുള്ള റെക്കോർഡ്, ഒരു മാജിക് പോട്ട് നമ്മൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ മതി. ക്ലിയർ ആയോ? അടുത്തത് വേർഡ് പസിൽ. അപ്പൊ ഞാൻ എഴുതിയ വേർഡ് പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബോക്സിനകത്ത് കുറെ വേർഡ്സ് എഴുതി വെച്ചു. കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ കുറച്ച് ബാക്കിലേക്ക് പിടിക്കും. ലൈറ്റിന്റെ ഇഷ്യൂ അല്ലേ? അപ്പൊ ഈ വേർഡ് പസിൽ there are 4 animals hidden in the alphabet shown. Trace them. അത് നിങ്ങൾക്ക് ബേർഡ്സ് ആക്കാം, അനിമൽസ് ആക്കാം, ഇറ്റ്സ് അപ് ടു യു. അപ്പൊ ഞാൻ എന്റെ വൂൾഫ് ഉണ്ട്, പിന്നെ ഫോക്സ് ഉണ്ട്, ലയൺ ഉണ്ട്. ആ രീതിയിൽ നമ്മൾ വേർഡ്സിനെ ഇങ്ങനെ ജംപിൾ ചെയ്ത് ഇടണം. ഈസി അല്ലേ? അത് നമ്മൾ ട്രേസ് ചെയ്യണോ? വേണ്ട അല്ലേ? അതായത് ആ വേർഡ്സ് നമ്മൾ കണ്ടുപിടിക്കണ്ട. വേണ്ട, അല്ല, ആ വേർഡ്സ് നമ്മൾ ഒന്നും ചെയ്യണ്ട. കാണിക്കോ? കാണാമോ? എനിക്ക് എന്നെ കാണാൻ പറ്റത്തേ. കാണാം. റിജു ഒന്ന് മറന്നുപോയി എന്നെ പിൻ ചെയ്യാൻ. ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കട്ടെ, അപ്പൊ എനിക്ക് കുറച്ചുകൂടെ വ്യക്തം. നിങ്ങളൊന്ന് എന്നെ പിൻ ചെയ്ത് വെച്ചു. അടുത്തത് നെയിംസ് ഓഫ് ഐറ്റംസ്. അതല്ലേ, നെയിംസ് ഓഫ് ഐറ്റംസ് ഷോൺ ഇൻ ദ പിക്ചർ ആർ ഗിവൺ ഇൻ ദ ആൽഫബറ്റ്സ് ഇൻ ദ റൈറ്റ് സൈഡ്. ഫൈൻഡ് ദം ആൻഡ് ഗീവ് അപ്രോപ്രിയേറ്റ് കളേഴ്സ് ടു ദ ആൽഫബറ്റ് സ്പോട്സ്. ചിലപ്പോ ചിലതിനൊക്കെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് എന്നുള്ള, ഒരെണ്ണം ചെയ്ത് കാണിച്ചിട്ടുണ്ടാകാം ചില ആക്ടിവിറ്റിയിലെ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഒരു റെഫറൻസ് പോലെ. ഞാനിവിടെ കുറെ പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ക്രോസ് വേർഡ് കണ്ടോ? ജിറാഫ് മോഡൽ ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കളർ ചെയ്യോ, റൗണ്ട് ചെയ്യോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരെണ്ണം നമ്മൾ റൗണ്ട് ചെയ്തേക്കാം, ഒരെണ്ണം മാത്രം ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കിയെല്ലാം ഇപ്പൊ 2 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കാം. അപ്പൊ എന്റെ സീബ്ര ഉണ്ട്, ടൈഗർ, ക്യാമൽ, ആപ്പിൾ, എഗ്, കൈറ്റ്, ടാപ്പ്, കീ, യാക്ക്, ഐസ്, പാരറ്റ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആദ്യം തീരുമാനിക്കുക ഈ ക്രോസ് വേർഡ് പസിലിന് എത്ര ഇത് വേണം. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ഒരു കോളം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഈ കളക്ട് ചെയ്ത പിക്ചർ ബാക്കി എല്ലാത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോ ഞാനത് വൈറ്റ്നർ വെച്ച് മാറ്റി. അപ്പൊ നമുക്കൊരു കാൽക്കുലേഷൻ വേണം. നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന പിക്ചർ, അതിന് എത്ര വേർഡ്സ് ഉണ്ട്, മീൻസ് എത്ര ലെറ്റേഴ്സ് ഉണ്ട് അതിന്. അപ്പൊ അതിന് നമുക്ക് എത്ര കോളം, റോ ഒക്കെ വേണം. അങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷനിൽ ഇത് വരച്ചാൽ മതി. നമുക്ക് വേർട്ടിക്കലി, ഹൊറിസോണ്ടലി ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ ആണ്.
പിന്നെ ഒരു കലണ്ടർ ഫോം ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇനി 2025 കലണ്ടർ ആയിരിക്കും നല്ലത്. ഞാൻ അതിന്റെ ഹെഡിങ് ഞാൻ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. മേക്ക് എ ബ്യൂട്ടിഫുൾ കലണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തു. കലണ്ടർ നമുക്ക് ചെയ്യണം. ഓക്കെ, കലണ്ടർ കറക്റ്റ് ഈ വർഷത്തെ കലണ്ടർ പോലെ തന്നെ ഡേറ്റ് വരണം കേട്ടോ. എല്ലാ കലണ്ടറിലും കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോട്സ്, ചൈൽഡ് ലേബർ, അതിനെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിലും ചൈൽഡ് എഡ്യൂക്കേഷനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോട്സ് നമുക്ക് കലണ്ടറിന്റെ ഓരോ ബോക്സിലും നമുക്ക് കൊടുക്കാം. ഇങ്ങനെ സേ നോ ടു ചൈൽഡ് ലേബർ, സേ യെസ് ടു ചൈൽഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഓരോ മന്തിലും ഓരോ കോട്ട്. മനസ്സിലായോ? ഓക്കെ. കുറച്ചുകൂടെ ഒക്കെ ഭംഗിയാക്കാൻ പറ്റും കേട്ടോ. എന്റെ അന്നത്തെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. ഇത് ഞാൻ ഇനി ഗ്ലിറ്റർ പെൻസ് ഒക്കെയാ യൂസ് ചെയ്തത്. സ്കെച്ച് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബാക്ക് സൈഡ് സ്മഡ്ജ് ആവും, ബാക്ക് സൈഡിലേക്ക് ആ കളർ പോവും. അങ്ങനെ പ്രശ്നമുണ്ട് സ്കെച്ച് പെന്നിന്. ചൈൽഡ് ഇൻ പെയിൻ ഈസ് നോ ഗെയിൻ, എഡ്യൂക്കേഷൻ ഈസ് ദെയർ ബർത്ത് റൈറ്റ്. അങ്ങനെ ഓരോ മന്തിലും ഓരോ ഇത് കൊടുത്തു. അപ്പൊ ചിലര് ചോദിച്ചു, ഞങ്ങള് മലയാളം ഇംഗ്ലീഷ് ആണല്ലോ നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇംഗ്ലീഷ് അത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ സൈഡിൽ നമ്മുടെ സാധാരണ കലണ്ടർ കാണുന്ന പോലെ മലയാളവും ഡേറ്റും ഇടട്ടെ, പിന്നെ അറബിക് അങ്ങനെ നമ്മുടെ ഹിജ്റ അങ്ങനെ ഉണ്ടല്ലോ അതും ഇടട്ടെ എന്നൊക്കെ ചോദിച്ചു. ഇഷ്ടമുള്ളൂ, അത് ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ ഇതിൽ എനിക്ക് ചിലപ്പം എനിക്ക് സ്പേസ് കിട്ടാതെ ഡേയ്സ് ഞാൻ ഫുൾ എഴുതിയിട്ടില്ല. വെഡ്നസ്ഡേ എന്നുള്ളതിനൊക്കെ വെഡ്നസ് അത്രയൊക്കെ എഴുതിയിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് ചെയ്യാം, നമുക്ക് അണ്ടർസ്റ്റുഡ് ആണല്ലോ ഡേ. അങ്ങനെ കലണ്ടർ മനസ്സിലായല്ലോ. ഡേറ്റ് തെറ്റിപ്പോരുത് കേട്ടോ. ഇപ്പോഴത്തെ ആ കലണ്ടറിന്റെ ആ രീതിയിൽ തന്നെ പോണം. അതിപ്പോ ഫസ്റ്റ് മന്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോകും. പിന്നെ ഓരോ മന്തിലും എത്ര ഡേയ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കറക്റ്റ് അത് ചെയ്യാം. എല്ലാത്തിലും കുട്ടികൾക്ക് വേണ്ടുന്ന പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോട്ടും. ലാസ്റ്റ് എനിക്ക് കലണ്ടർ തീർന്നത് ഇവിടെയാണ്, ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡ് വെറുതെ കിടന്നു പോകൂലേ. അടുത്തത് നമുക്ക് ഇവിടെ തുടങ്ങാൻ പറ്റില്ലല്ലോ, കാരണം ഇവിടം വരെ വന്നില്ലേ കലണ്ടറിന്റെ ഭാഗം. അപ്പൊ ഞാൻ ഇവിടെ മറിയാ മോണ്ടിസോറി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കോട്ടും കൂടെ എഴുതി അത് അവസാനിപ്പിച്ചു. ഓക്കെ, അതായിരുന്നു കലണ്ടറിൽ ചെയ്തത്. എന്തോ പറഞ്ഞു? യെസ്, സ്റ്റെക്കായി. അതാണ് എന്തോ സ്റ്റെക്കായി. ഒന്നും പറഞ്ഞത് കേൾക്കുന്നില്ല. എന്റെ റേഞ്ച് ഇഷ്യൂ ആണോ? എനിക്കാണോ? അറിയില്ല, ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. എല്ലാവർക്കും കേൾക്കാനുണ്ട്. കേൾക്കാനുണ്ടല്ലോ. ഇവിടെ പോയതായിരിക്കട്ടെ, സോറി. അപ്പൊ കലണ്ടർ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് എന്റെ കലണ്ടറിന്റെ ലാസ്റ്റ് ഡിസംബർ മന്ത് ലെഫ്റ്റ് സൈഡിൽ തീർന്നു. റൈറ്റ് സൈഡില് മറിയാ മോണ്ടിസോറിയുടെ ഒരു കോട്ടും കൂടെ എഴുതി ഞാനതങ്ങ് തീർത്തു എന്നാ പറഞ്ഞത്. ചേസ് പോലെ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. ബട്ടർഫ്ലൈയുടെയോ കുഞ്ഞുങ്ങളുടെ പോലത്തെ ബേബീസിന്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഇറ്റ്സ് യുവർ റെക്കോർഡ്. എല്ലാ ഫ്രീഡം ഉണ്ട്. ഇങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. ചെയ്യാൻ പറ്റുമോ സാർ? എന്തോ കലണ്ടർ രണ്ട് സൈഡിലും ചെയ്യാൻ പറ്റുമോ? രണ്ട് സൈഡിലും ചെയ്യാൻ പറ്റും. ഞാൻ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴേ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ വെച്ച് നിന്നുപോയി. ഡിസംബർ ലെഫ്റ്റ് സൈഡിൽ വന്നു. അപ്പൊ പിന്നെ ഈ ഒരു ഭാഗം വെറുതെ വിടണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് മറിയാ മോണ്ടിസോറിയുടെ ഒരു കോട്ട് എഴുതി അവസാനിപ്പിച്ചത്. പിന്നെ അടുത്തത് ഒരു പിക്ചറിനെ നമ്മൾ കട്ട് ചെയ്ത് പല പല പാർട്സ് ആയിട്ട് ഇറഗുലർ ആയിട്ട് ഒട്ടിച്ചു വെക്കും. അതിനെ ചേർത്തിട്ട് ജോയിൻ ചെയ്യണം കറക്റ്റ് ആയിട്ട്. ഇതൊരു ആന ഫുട്ബോൾ കളിക്കുന്നതായിരുന്നു. ഓക്കെ, ആനയുടെ ഫേസിന്റെ ഭാഗം കട്ട് ചെയ്തു, കാലിന്റെ ഭാഗം കട്ട് ചെയ്തു, ട്രങ്കിന്റെ ഭാഗം കട്ട് ചെയ്തു, ബാക്ക് സൈഡ് കട്ട് ചെയ്തു. അങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് 4 സ്ഥലങ്ങളിലായിട്ട് ഒട്ടിച്ചു. ഇനി അത് കുട്ടികളുടെ ഡ്യൂട്ടി അതിനെ ഒരുമിച്ചാക്കുക എന്നുള്ളതാണ്. ഈ നമ്മളുടെ റെക്കോർഡ് ഒരു കൊച്ചിന്റെ മുമ്പിൽ നമ്മൾ കളിക്കാൻ കൊടുക്കരുത് കേട്ടോ. ഇത് നമ്മളുടെയാ. അവർക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾ വേറെ സെപ്പറേറ്റ് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്ത് കൊണ്ടുപോകണം. മനസ്സിലായോ? ഇത് നമ്മളുടെ സ്വന്തമാ. കാണാനും വായിക്കാനൊക്കെ കൊടുക്കും. നെക്സ്റ്റ് വൺ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിന്റെ താഴെ അതേപോലെ ഇരിക്കുന്ന 4 പിക്ചേഴ്സ് കൊടുക്കും. പക്ഷെ ഇത് തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അത് കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ റാബിറ്റിനെയാണ് വരച്ചിരുന്നത്. റാബിറ്റ് അല്ലേ? അതെ,
ഞാൻ എന്റെ മക്കളെ കൊണ്ടാട്ടോ വരപ്പിച്ചത്, ഞാനല്ല. ഈ ഫസ്റ്റ് മോളിലുള്ളത് പോലെ തന്നെ കോപ്പി കാറ്റ് പോലെ തന്നെ താഴെ 4 പക്ഷെ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് കണ്ടോ. ഇതിന് വാലില്ല, ഇതിനെന്തോ ചെവിയുടെ വ്യത്യാസവും മീശയുടെ വ്യത്യാസം, അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസ്, പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ ഡിഫറൻസ്. മീശയിൽ ഒരു മുടിയില്ല, അങ്ങനെ അങ്ങനെ. ആ ഇത് നമ്മൾ വരയ്ക്കണമെന്നാണോ? മസ്റ്റ് ആണോ? വരയ്ക്കണമെന്ന് മസ്റ്റ് ആണോ? അല്ലാതെ എന്ത് ചെയ്യണം? പിക്ചർ വരയ്ക്കണമെന്ന് നിർബന്ധം ഉണ്ടോന്നാ ചോദിക്കണം മിസ്സേ. പേസ്റ്റ് ചെയ്താൽ മതിയോന്ന്? പേസ്റ്റ് ചെയ്താൽ മതി, പക്ഷെ അതുപോലുള്ള പിക്ചർ കിട്ടണമല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ ഇത് ഞാൻ അതിങ്ങനെ നമ്മളിങ്ങനെ ചില ഇതിലൊക്കെ കാണത്തില്ലേ, ഒരു കോളത്തില് ഇങ്ങനെ കുറെ പടങ്ങൾ വന്നിട്ട് ഇതിൽ ഇത്ര ഡിഫറൻസ് ഉണ്ട് അത് കണ്ടുപിടിക്കുക, അങ്ങനെ ഒരു ഒറ്റ പിക്ചർ ഒട്ടിച്ചാൽ മതിയോ? ഡിഫറൻസ് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ ഈ ഇതിലൊക്കെ ബാലരമ അതിലൊക്കെ വരുമല്ലോ, അപ്പൊ ആ ഒരു ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതിയോ? ഡിഫറൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 പിക്ചർ വേണ്ടേ? 2 പിക്ചർ ഉണ്ടാവും. 2 പിക്ചർ തന്നിട്ട് ഈ ഫസ്റ്റ് പിക്ചറിൽ നിന്നും സെക്കൻഡ് പിക്ചറിൽ കുറെ ഡിഫറൻസ് ഉണ്ടാവും, അത് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരില്ലേ കുട്ടികൾക്കുള്ള? എന്നാലും മതി. മാം അതിന് അത് വേറൊരു ഓപ്ഷൻ ഇല്ലേ, അങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വേറൊന്നും പറയുന്നുണ്ട്? ഓർക്കണില്ല. അതിലുണ്ട് വേറെ, അങ്ങനെ 5 ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള വേറെ ഉണ്ട്. ഇത് പറയുമ്പോ ഒരേ. ഓക്കെ ശരിയാ, ഇത് വേറെ ആക്ടിവിറ്റി. ഇതിപ്പോ 4 കാണിച്ചിട്ട് ഡിഫറൻസ് അവരോട് കണ്ടുപിടിക്കാനല്ലേ. 1 തന്നു, അത് കൂടാതെ 4. ഓക്കെ, നെക്സ്റ്റ് ഒരു പിക്ചർ കാണിച്ചിട്ട് കുട്ടികളോട് ആ പിക്ചർ നോക്കിയിട്ട് കഥ പറയാൻ, അവരങ്ങ് ക്രിയേറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിക്ചറിൽ കുറെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അനിമൽസ്, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അത് നോക്കി അവരെന്തെങ്കിലും ഒരു കഥ പറയട്ടെ എന്നുള്ള രീതിയിൽ. ഇതിനകത്തൊരു കുട്ടിയുണ്ട്, ബേർഡ് ഉണ്ട്, സ്ക്യൂറൽ ഉണ്ട്, സൺ ഉണ്ട്, ക്ലൗഡ് ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ഇമാജിനേഷനിൽ എന്തെങ്കിലും ഒരു കഥയൊക്കെ വരും. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ എടുക്കാം, പക്ഷെ കുറച്ചൊന്ന് മാക്സിമം സംഭവങ്ങളുള്ള ഒരു പിക്ചർ എടുക്കണം, കളർഫുൾ ആയിരിക്കണം. ഓക്കെ, സോ റിവേഴ്സ് കളറിംഗ് കുട്ടികളുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഇതിൽ വൈറ്റ് പാർട്ട് ഉണ്ട്. ബാക്കി ഭാഗത്ത് ഞാൻ പെൻസിൽ വെച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുവാണേ. അപ്പൊ അതിൽ വൈറ്റ് ആയിട്ട് കാണുന്ന ഭാഗം അവർക്ക് കളർഫുൾ ആയിട്ടുള്ള ക്രയോൺസോ വാക്സ് ക്രയോൺസോ ഓയിൽ പേസ്റ്റൽസോ കൊടുത്തിട്ട് അവരോട് അവരുടെ ഇഷ്ടത്തിന് കളർ ചെയ്യാൻ പറയുക. അപ്പൊ അവര് സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യും. അവര് കണ്ടിട്ടുള്ള ബട്ടർഫ്ലൈ അവരെ ഓർമ്മയിൽ കൊണ്ടുവരും. ഇത് ചെയ്യും. ഒരു പക്ഷെ ലെഫ്റ്റും റൈറ്റും അവർ ഒരുപോലെ ചെയ്യണമെന്നില്ല, അവരവർക്ക് തോന്നുന്ന കളർ രണ്ടും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി. പിന്നെ ഈസി മെത്തേഡ് ഫോർ ഡ്രോയിങ്, ഇതും കണ്ടിട്ടുണ്ടാവില്ലേ? മനസ്സിലായോ? ഒരു ടെഡി ബെയറിനെ പോലെ വരയ്ക്കണതാ. ആദ്യം ഒരു റൗണ്ട് വരച്ചു, പിന്നെ ചെവിയുടെ ഭാഗം, അങ്ങനെ അങ്ങനെ കണ്ണ്, മൂക്ക്, അങ്ങനെ ഓരോന്ന് വരച്ച് ഫുൾ അതാക്കുന്നത്. അപ്പൊ 6 സ്റ്റെപ്സ് എടുത്തു. 6th സ്റ്റെപ്പിലാണ് കംപ്ലീറ്റ് ആയേക്കുന്നത്. ഇതൊക്കെ വരയ്ക്കണം എന്ന് തോന്നുന്നു, വരച്ചേ പറ്റൂ. ഇത് ഞാൻ തന്നെ വരച്ചാട്ടോ. പിന്നെ ഒരു പിക്ചർ തന്നിട്ട് അത് തന്നെ അടുത്ത ബോക്സിൽ സെയിം ആയിട്ട് വരയ്ക്കാൻ, ഈസി ആയിട്ടുള്ളതൊക്കെ എടുക്കുക, സെയിം സൈസിൽ വരയ്ക്കാനായിട്ട്. അത് നോക്കിയിട്ട് സെയിം ആയിട്ട് വരയ്ക്കുക. പിന്നെ ഒരു പിക്ചർ കൊടുത്ത് കളർ ചെയ്യുക. യൂസിങ് ക്രയോൺസ്, കുട്ടികൾക്ക് ക്രയോൺസേ പാടുള്ളൂ. ഫൈൻഡ് ദ ഓഡ് വൺ, ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്, കൂടാതെ ഒരു ബുക്കും. അപ്പൊ ഇതിന്ന് ഓഡ് വൺ കണ്ടുപിടിക്കുക. കുഞ്ഞുങ്ങൾക്ക് എളുപ്പമുള്ളത് വെക്കണം കേട്ടോ. പിന്നെ ഇത് സ്റ്റെൻസിലെ മിക്കവരുടെ കയ്യിലും കാണുമായിരിക്കും. ആൽഫബറ്റ്സിന്റെ കളർ കൊടുക്കുക. അതുപോലെ തന്നെ ഡിജിറ്റ്സും. മാം, നമ്മൾ ഇതിന്റെ ആൻസറുകളൊന്നും ചെയ്യണ്ടല്ലോ? ആൻസർ ഒന്നും ചെയ്യും. നെക്സ്റ്റ്, ഷോ ദ വേ.
സെയിം റിവേഴ്സ് കളറിങ്, വൈറ്റ് പാർട്ട് ബാക്കി എല്ലാം ഡാർക്ക് ആക്കി വെച്ചിട്ടുണ്ട്, ആ വൈറ്റ് പാർട്ട് കളർ ചെയ്യാം. പിന്നെ കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക. ഞാൻ കൈറ്റ് ആണ് വരച്ചിരിക്കുന്നത്. അതിന് ഒരു ആദ്യത്തെ കൈറ്റിന്റെ ഷാഡോ ഏതാണ് മറ്റുള്ളത് നോക്കിയിട്ട് കണ്ടുപിടിക്കും. കൈറ്റ് തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ളതാവാട്ടോ. മുകളിൽ 3 ബേർഡ്സിനെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ബോഡിയിലെ പാർട്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഏത് ബേർഡിന്റെയാണ് അതിനകത്ത് താഴെ വന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. 3 ഫിഷും 2 ബേർഡും കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതോ ഒന്നിന്റെ ബോഡി പാർട്സ് താഴെയുണ്ട്, അതാണ് കണ്ടുപിടിക്കുന്നത്. ആ രീതിയിൽ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വരച്ചിരിക്കുന്നത് കുറെ കൂടെ വലുതാക്കി വരയ്ക്കണം. Draw a picture same as the left one. പിന്നെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചറിന്റെ ഓരോ പാർട്ടിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓരോ നമ്പറിനും ഓരോ കളറാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കളർ നോക്കി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പിക്ചർ കളർ ചെയ്യുക. കുട്ടികളെ ആ കളർ ഐഡന്റിഫൈ ചെയ്യാനും അവരുടെ ക്രൊമാറ്റിക് സെൻസ് കൂടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നേരത്തെ പറഞ്ഞ കേസ് 2 പിക്ചർ തന്നിട്ട് ഡിഫറൻസസ് കണ്ടുപിടിക്കാൻ. പിന്നെ ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. നമ്പർ ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ഇതെന്റെ മക്കൾ ആരോ എടുത്ത് വരച്ചതാണ്, ഫുൾ ആക്കിയിട്ടുണ്ട്. പിന്നെ മിക്സിംഗ് ലെറ്റർ ഫിൽ ചെയ്യാം, ഓറഞ്ച്. പിന്നെ മാച്ച് പിക്ചേഴ്സ് തമ്മിൽ മാച്ച് ചെയ്യാം. പിന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇവര് പോസ്റ്റ്മാൻ ഒരു പെൺകുട്ടി കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതൊന്ന് കൂടെ പറഞ്ഞത് എങ്ങനെയാണ് ആ കോൺവെർസേഷന്റെ ഇത്? 2 ക്യാരക്ടേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. പോസ്റ്റ്മാൻ ഉണ്ട്, കുട്ടിയുണ്ട്. കോൺവെർസേഷൻ അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക, അതാണ് അത്. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ടതല്ല. നമ്മള് പിക്ചർ മാത്രം ഒട്ടിച്ചാൽ മതിയില്ലേ? പിക്ചർ മാത്രം ഒട്ടിച്ചാൽ മതി. നമ്മൾ ഇതൊന്നും ചെയ്യേണ്ടതല്ല. നമ്മൾ കുട്ടികൾക്ക് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോഴോ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ കൊടുക്കാം ആക്ടിവിറ്റീസ് ആയിട്ട്. പിന്നെ ഈ പിക്ചറിന്റെ അവിടെ എവിടെയോ ഒരു ക്രീച്ചർ ഹൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെ കണ്ടുപിടിക്കുക. ഞാൻ വരച്ചേക്കണേൽ ഒരു ബട്ടർഫ്ലൈ ആണ് പുല്ലിന്റെ ഇടയ്ക്ക്. അതുപോലുള്ള ക്വസ്റ്റ്യൻസ്. കുറെ ലെറ്റേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന്ന് ഓരോന്നിന്നും ഓരോ ബോക്സിൽ നിന്നും അതിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന അനിമൽസ് കണ്ടുപിടിക്കും. അത്രേ ഉള്ളൂ. മാം റെക്കോർഡ് ബുക്കിന്റെ പേരെന്താ? പസിൽ ബുക്ക് എന്നാണോ ഇടണ്ടേ? ഫ്രണ്ട് പേജ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് തന്നിട്ടില്ലേ നിങ്ങൾക്ക്? ഇത് ക്ലാസ് റൂമിൽ ഈ PDF ഷെയർ തന്നെ അതാണോ എഴുതേണ്ടത്? എന്തോ ഫ്രണ്ട് പേജിൽ എഴുതേണ്ടത്? ഞാൻ സർവേ ഞാൻ അടുത്ത ദിവസം പറയാം. എനിക്ക് 1:30 ക്ലാസ് ഉണ്ട്. ഓക്കെ മാം. താങ്ക് യു മാം. പറയട്ടെ മിസ്സേ? പറയട്ടെ? പ്ലീസ്. എ പോസിറ്റീവ് മൈൻഡ് ബ്രിങ്സ് പോസിറ്റീവ് റിസൾട്ട്. ഒരു നല്ല മനസ്സ് പോസിറ്റീവ് ഫലങ്ങൾ തരുന്നു. സൈൻ ഔട്ട് ബൈ ദിവ്യ. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. ബൈ.